പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അടുത്തൊരു വാർത്ത സൂപ്പർ കപ്പുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. അങ്ങനെ സൂപ്പർ കപ്പിന്റെ ഫൈനൽ മത്സരത്തിൽ വിജയിച്ചുകൊണ്ട് FC ഗോവ ചാമ്പ്യൻസ് ആയിരിക്കുകയാണ്. ഏകപക്ഷീയമായ 3 ഗോളിനായിരുന്നു ജംഷഡ്പൂർ FCയെ FC ഗോവ പരാജയപ്പെടുത്തിയത്. മത്സരം മുഴുവനും FC ഗോവയുടെ കൺട്രോളിൽ തന്നെയായിരുന്നു. ബോർജ ഹെറേറ ഇന്നത്തെ മത്സരത്തിൽ FC ഗോവയ്ക്ക് വേണ്ടി 2 ഗോളുകളായിരുന്നു നേടിയിരുന്നത്. അതിനുശേഷം ഡജൻ റാസിച്ച് ഗോവയ്ക്ക് വേണ്ടി 1 ഗോൾ നേടിയിരുന്നു. അങ്ങനെ ഈ ഒരു സൂപ്പർ കപ്പിലെ കിരീടം നേടാനായിട്ട് FC ഗോവയ്ക്ക് സാധിച്ചിരിക്കുകയാണ്. അടുത്തൊരു വാർത്ത ഈസ്റ്റ് ബംഗാളിന്റെ സ്ട്രൈക്കറായിട്ടുള്ള ഡിമിട്രോസ് ഡാമൻഡാക്കോസുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. ഈസ്റ്റ് ബംഗാൾ ആരാധകരെല്ലാം മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സീസൺ ആയിരിക്കും ISL 11ാം സീസൺ. ആരാധകരെ സംബന്ധിച്ച് വലിയൊരു നിരാശ നൽകിയ സീസൺ തന്നെയായിരുന്നു അത്. പല താരങ്ങളും പ്രതീക്ഷിച്ച ഒരു മികച്ച ഫോമിലേക്ക് എത്താത്തത് ടീമിന് വലിയ തിരിച്ചടിയായി മാറിയിരുന്നു. അതുകൊണ്ട് തന്നെ അടുത്ത സീസണിൽ എന്തായാലും ഈസ്റ്റ് ബംഗാൾ ടീമിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. സ്ട്രൈക്കറായിട്ടുള്ള ഡിമിട്രോസ് ഡാമൻഡാക്കോസ് അടുത്ത സീസണിൽ ടീമിൽ ഉണ്ടാകുമോ എന്നുള്ള കാര്യം സംശയമാണ്. മികച്ചൊരു ഓഫർ ഡിമിക്ക് വേണ്ടി ലഭിക്കുകയാണെങ്കിൽ താരത്തിനെ വിട്ടു നൽകാൻ തയ്യാറാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈസ്റ്റ് ബംഗാൾ ടീമിലെ പല വിദേശ താരങ്ങളും ക്ലബ്ബ് വിട്ടുപോയേക്കും. നിലവിൽ ലഭിക്കുന്ന ചില വാർത്തകൾ പ്രകാരം ഡിമിട്രോസ് ഒരുപക്ഷെ ഈസ്റ്റ് ബംഗാൾ ക്ലബ്ബ് വിടാൻ ചാൻസ് ഉണ്ട്. ചില മാധ്യമങ്ങളുടെയൊക്കെ റിപ്പോർട്ട് അനുസരിച്ച് ഡിമിട്രോസിനെ നിലനിർത്താൻ ഈസ്റ്റ് ബംഗാളിന് താല്പര്യമില്ല. മികച്ചൊരു ഓഫർ താരത്തിന് വേണ്ടി ലഭിക്കുകയാണെങ്കിൽ ഈസ്റ്റ് ബംഗാൾ മാനേജ്മെന്റ് ആ ഒരു ചർച്ചയ്ക്ക് തയ്യാറുമാണ്. അതുകൊണ്ട് തന്നെ ഈസ്റ്റ് ബംഗാളിൽ ഡിമിട്രോസ് തുടരുമോ എന്നുള്ള കാര്യം സംശയം തന്നെയാണ്. അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മലയാളി താരമായിട്ടുള്ള വിപിൻ മോഹനനുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മിഡ്ഫീൽഡിലെ പ്രധാന താരങ്ങളിൽ ഒരാൾ തന്നെയാണ് വിപിൻ മോഹനൻ. ഫൂട്ട് ഇന്ത്യ എന്ന മാധ്യമത്തിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഈസ്റ്റ് ബംഗാളിന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മലയാളി താരമായിട്ടുള്ള വിപിൻ മോഹനനെ ടീമിലേക്ക് എത്തിക്കാൻ താല്പര്യമുണ്ട്. എന്നാൽ വിപിനെ പോലത്തെ മികച്ചൊരു യുവ താരത്തിനെ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടുകൊടുക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഈസ്റ്റ് ബംഗാളിന് വിപിനെ സൈൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടുകൊടുക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. കൂടുതൽ ISLുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിയാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.